നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുകയാണ്. നോക്കാം പ്രധാന വാർത്തകൾ. നിതിൻ രാജിന്റെ മരണത്തിൽ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് മാനേജ്മെന്റിനെതിരെ അന്വേഷണം. കർശന നടപടി വേണമെന്ന് VC-യോട് ഗവർണർ. ആരോഗ്യ സർവകലാശാല അന്വേഷണ സമിതി നാളെ കോളേജിലെത്തും. മാനേജ്മെന്റിന്റെ കാസർകോട്ടെ കോളേജിന്റെ അംഗീകാരം നഷ്ടപ്പെട്ടതിന്റെ രേഖകൾ ന്യൂസ് 18. ഇറാനുമായുള്ള യുദ്ധത്തിൽ അവസാന ഘട്ടത്തിൽ നിന്ന് ട്രംപ്. അമേരിക്ക ലക്ഷ്യം പൂർത്തീകരിച്ചു. ആണവ പദ്ധതി ഉപേക്ഷിച്ചാൽ ഇറാന് വൻ ഓഫറെന്ന് പ്രഖ്യാപനം. ഇറാന് ആയുധം നൽകുന്നത് തുടർന്നാൽ ചൈനയ്ക്കെതിരെ കനത്ത തീരുവ ചുമത്തുമെന്ന് മുന്നറിയിപ്പ്. വനിതാ സംവരണ ബിൽ നടപ്പാക്കാൻ സീറ്റുകളുടെ എണ്ണത്തിൽ 50% വർധനയുണ്ടാകും. കേരളത്തിലും സീറ്റുകൾ 50% വർദ്ധിക്കും. സീറ്റുകളുടെ സംസ്ഥാന അനുപാതത്തിൽ മാറ്റമുണ്ടാകില്ല. പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം ഡൽഹിയിൽ. 3 ദിവസത്തെ പാർലമെന്റ് സമ്മേളനത്തിന് നാളെ തുടക്കം. തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ തമിഴകം. പ്രധാനമന്ത്രി അല്പസമയത്തിനകം തിരുവനന്തപുരത്തെത്തും. നാഗർകോവിലിൽ മോദിയുടെ റോഡ് ഷോ 3 മണിക്ക്. ബീഹാറിൽ ഇനി BJP ഭരണം. മുഖ്യമന്ത്രിയായി സമ്രാട്ട് ചൗധരി അധികാരമേറ്റു. JDU നേതാക്കളായ വിജേന്ദ്ര പ്രസാദ് യാദവും വിജയ് കുമാർ ചൗധരിയും ഉപമുഖ്യമന്ത്രിമാർ. വിഷുവിനെ വരവേറ്റ് മലയാളം. നാടും നഗരവും ആഘോഷത്തിൽ. തിയേറ്ററുകളെ ഉത്സവമാക്കി പുതിയ ചിത്രങ്ങളുടെ റിലീസ്. നിതിൻ രാജിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന കുടുംബത്തിന്റെ വാദം ശരിവെക്കുന്ന ശബ്ദ സന്ദേശം പുറത്ത്. എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും തരണം ചെയ്യുമെന്ന് നിതിൻ സുഹൃത്തിനോട് പറയുന്ന ഓഡിയോ സന്ദേശമാണ് പുറത്തുവന്നത്. നിതിന്റെ മരണം സംബന്ധിച്ച് പ്രിൻസിപ്പാൾ പറയുന്നത് കള്ളമാണെന്ന് സഹോദരി രാഖി ആരോപിച്ചു. മരണത്തിൽ വിശദാന്വേഷണം നടത്തണമെന്ന് വൈസ് ചാൻസലറോട് ഗവർണർ നിർദ്ദേശം നൽകി. അഞ്ചരക്കണ്ടി കോളേജിൽ ആത്മഹത്യ ചെയ്ത നിതിൻ രാജിന് നേരത്തെയും സമാനമായ ദുരനുഭവം കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന നിർണായകമായ ഒരു ശബ്ദരേഖയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. തൻ്റെ സുഹൃത്തിനോട് ഏതാനും നാളുകൾക്ക് മുമ്പ് നിതിൻ രാജ് തന്നെ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തുടർച്ചയായ ദുരനുഭവങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഏത് തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായാലും ഡോക്ടർ എന്ന പേര് അല്ലെങ്കിൽ ഡോക്ടറായി ഇവിടുന്ന് പഠിച്ചിറങ്ങേണ്ടത് അത് മാത്രമാണ് തൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് ഏത് പ്രതിസന്ധി വന്നാലും താൻ അതിനെ നേരിടും. ഒരു കാരണവശാലും പിന്മാറില്ല, പിന്തിരിയില്ല എന്ന് വ്യക്തമാക്കുന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നിരിക്കുന്നത്. പ്രിൻസിപ്പളും HOD-മാരും നിനക്കറിയുമെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് DA-യുടെ എക്സാം നടന്നല്ലോ ലാസ്റ്റ്. അപ്പോൾ ഒരു കൊച്ചു സാറ് അറിയുന്നില്ല, ഒരു വെളുത്ത ഒരു പൊക്കം കുറഞ്ഞൊരു സാറ്. അപ്പോൾ ആ സാറ് എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു എന്ന് പറയാം. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ പുറത്തിറങ്ങിയിട്ട് ഇത് കാണണമെന്ന് പറയുന്നത് നമുക്കൊന്ന് കാണണമല്ലോ എന്ന് ചോദിച്ചു. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിനെതിരെ അവരെന്തായാലും ആക്ഷൻസ് എടുക്കുമെന്ന് പറഞ്ഞു. കാരണം കുറേ കംപ്ലയിൻറ്റ്സ് ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ. പിന്നെ എൻ്റെ അടുത്ത് നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, മെൻ്റലി തളർത്തുന്ന എന്ത് കാര്യം ഉണ്ടെങ്കിലും അപ്പം വന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ട്. ഞാൻ ഡ്രോപ്പ് ആക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പൊന്നുമില്ല. എനിക്കും എന്നെ പോലെയാണ്. ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് പഠിക്കുന്ന ഗ്രാജുവേറ്റഡ് ആകണം, ഡോക്ടറായി ഇറങ്ങണം. അതിപ്പോൾ ഇനി ആരൊക്കെ തളർത്താണ്ടായിരുന്നെങ്കിലും അവിടെ നിന്ന് പഠിച്ചിറങ്ങാൻ ഒരു മനസ്സുണ്ടെങ്കിൽ അത് എന്തായാലും നേടിയെടുത്തിരിക്കും. അതിനിടെ കോളേജ് മാനേജ്മെന്റിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിതിൻ രാജിന്റെ കുടുംബം വീണ്ടും രംഗത്തെത്തി. പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള ബോധപൂർവമായ നീക്കമാണ് നടത്തുന്നത്. നിതിൻ രാജിന്റെ മരണത്തിൽ ഇപ്പോഴും ദുരൂഹത ഉണ്ട് എന്നാണ് കുടുംബം ആവർത്തിക്കുന്നത്. അതേസമയം ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ കഴിഞ്ഞ ദിവസം നിതിൻ രാജിന്റെ ആര്യനാടുള്ള വസതിയിൽ സന്ദർശനം നടത്തി കുടുംബത്തിന് പൂർണ്ണ പിന്തുണ അറിയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് വൈസ് ചാൻസലർ കൂടിയായ മോഹൻ കുന്നുമ്മൽ ചാൻസലറും ഗവർണറുമായ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിനെ ലോക് ഭവനിൽ നേരിൽ കണ്ട് അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ വിശദീകരിച്ച് പ്രാഥമികമായ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോളേജ് അധികൃതർക്കെതിരെ കർശന നടപടിയെടുക്കാനാണ്
ഗവർണർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഭാഗമായി ആരോഗ്യ സർവകലാശാലയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണ സംഘം നാളെ കോളേജിൽ പരിശോധന നടത്തും, സിറ്റിംഗ് നടത്തും. അതിനുശേഷം നിതിൻ രാജിൻ്റെ സഹപാഠികളിൽ നിന്നും കോളേജ് അധികൃതരിൽ നിന്നും മൊഴിയെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ആ മൊഴിയെടുത്തതിനു ശേഷം ലഭിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും വകുപ്പ് തല നടപടികൾ ആരോപണ വിധേയരായ 2 അധ്യാപകർക്കെതിരെ ഉണ്ടാകുക എന്നാണ് സൂചന. വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഈ കാര്യത്തിൽ ഉറപ്പുവരുത്തേണ്ടതിൻ്റെ അനിവാര്യത വൈസ് ചാൻസലറോട് ചാൻസലർ കൂടിയായ ഗവർണർ വ്യക്തമാക്കിയിട്ടുണ്ടെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. നിതിൻ രാജിന്റെ മരണത്തിൽ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് മാനേജ്മെന്റിനെതിരെയും അന്വേഷണം. പഴയങ്ങാടി മാട്ടൂൽ സ്വദേശി അബ്ദുൾ ജബ്ബാർ ഹാജിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ്. ഇയാളുടെ ഉടമസ്ഥതയിൽ കാസർഗോഡ് പൊയ്നാച്ചിയിലുള്ള സെഞ്ചുറി ഡെന്റൽ കോളേജിന് അംഗീകാരം നഷ്ടപ്പെട്ടിരുന്നു. കേരള യൂണിവേഴ്സിറ്റി ഹെൽത്ത് എഡ്യൂക്കേഷനാണ് അംഗീകാരം റദ്ദ് ചെയ്തത്. ഉത്തരവിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. പൊയ്നാച്ചി സെഞ്ചുറി ഡെന്റൽ കോളേജിനെതിരെ പരാതി നൽകിയ ആളുടെ പ്രതികരണത്തിലേക്ക് സെഞ്ചുറി ഡെന്റൽ കോളേജിൽ അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ അപര്യാപ്തമായിരുന്നു. അതായിരുന്നു ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് പൊതുജനങ്ങളുടെ ഇടയിൽ വലിയ രീതിയിലുള്ള എതിർപ്പുണ്ടായിരുന്നു. മാലിന്യ പ്രശ്നം അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു. അപ്പോൾ അങ്ങനെ ആ പ്രശ്നം ഹിന്ദു ഐക്യവേദിയിലെ ഒരു ജില്ലാ ഭാരവാഹി എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഞാനത് വളരെ വ്യക്തമായി പൊല്യൂഷൻ കൺട്രോൾ ബോർഡും അതുപോലെ DMO, കളക്ടർ, അങ്ങനെ ആധികാരികമായി ഞാൻ എല്ലാ സ്ഥലത്തും ആദ്യമായിട്ട് സെഞ്ചുറി ഡെന്റൽ കോളേജിനെതിരെ ആദ്യമായിട്ടൊരു പരാതി അങ്ങനെയാണ് വന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കളക്ടറും DMOയും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, പഞ്ചായത്ത് എല്ലാം പരിശോധിക്കുമ്പോൾ മാലിന്യ പ്രശ്നത്തിൽ ഒരു തരത്തിലുള്ള അംഗീകാരവും അതിനില്ല. പഞ്ചായത്തിൻ്റെ അംഗീകാരം പോലും ഇല്ല എന്നാണ് അന്ന് പഞ്ചായത്തിൻ്റെ ആൾക്കാർ പറഞ്ഞത്. അപ്പോൾ ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനുഷ്യാവകാശ കമ്മീഷനിൽ പോയിരുന്നു. ജസ്റ്റിസ് മോഹൻകുമാർ ആയിരുന്നു ഇത് നോക്കിയിരുന്നത്. അത് അടച്ചുപൂട്ടണം എന്നുള്ള നിലപാടായിരുന്നു ജസ്റ്റിസ് മോഹൻകുമാറിനുണ്ടായിരുന്നത്. ഇത്രയും കാലത്തിനുള്ളിൽ അവർക്ക് ഈ അംഗീകാരങ്ങളൊന്നും നേടിയെടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അവർ രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ എന്തിൻ്റെയോ പിൻബലത്തിലായിരുന്നു അവർ ഇങ്ങനെ നിന്നിരുന്നത്. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൻ്റെ മാനേജ്മെൻറ്റ് ആരാണെന്ന ചോദ്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ഉയർന്നു വന്നത്. ഇതിലെ ഒരു അന്വേഷണത്തിനൊടുവിലാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് ജബ്ബാർ ഹാജി എന്ന് പറയുന്ന പഴയങ്ങാടി മാട്ടൂൽ സ്വദേശിയായ ഈ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൻ്റെ ട്രസ്റ്റ് ചെയർമാൻ്റെ അതേ പേരിലുള്ള സ്ഥാപനമാണ് കാസർഗോഡ് ജില്ലയിലെ സെഞ്ചുറി മെഡിക്കൽ കോളേജ്. ഈ സെഞ്ചുറി മെഡിക്കൽ കോളേജിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത മൂലവും മാലിന്യ പ്രശ്നവും അങ്ങനെ പരാതി ഉയർന്ന സാഹചര്യത്തിൽ അവിടെ ഇപ്പോൾ അതിൻ്റെ അംഗീകാരം റദ്ദാക്കിയിരിക്കുന്നു. മാത്രമല്ല 2 വർഷമായി ഇവിടെ പുതിയ ബാച്ചുകൾ അഡ്മിഷനും എടുക്കുന്നില്ല. നിലവിലുള്ള കുട്ടികളെ സംസ്ഥാനത്തെ മറ്റ് ഡെന്റൽ കോളേജുകളിലേക്ക് മാറ്റണമെന്ന ഒരു ഉത്തരവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതേ ജബ്ബാർ ഹാജിയുടെ ഉടമസ്ഥയിലുള്ള അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലും ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഭൂമി സംബന്ധമായ കേസ് നിലവിലുണ്ട്. ആ കേസിൽ ഹൈക്കോടതിയുടെ വിധിയുണ്ട് ഈ ഭൂമി ഒഴിഞ്ഞു കൊടുക്കണമെന്നത്. പക്ഷേ അതിലൊരു സ്റ്റേ ഇദ്ദേഹം വാങ്ങിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇദ്ദേഹം കനേഡിയൻ പൗരനായിരുന്നു നേരത്തെ. നിലവിൽ എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാറ്റസ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഇദ്ദേഹം നാട്ടിലേക്ക് എത്തിയതായാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാസർഗോഡ് സെഞ്ചുറി ഡെന്റൽ കോളേജിലേക്ക് ഇദ്ദേഹം എത്തിയിരുന്നു. പ്രിൻസിപ്പൽമാർക്ക്, അതായത് അവിടെയുള്ള HOD-മാർക്കാണ് പൊതുവെ ഇദ്ദേഹം ഈ ചുമതലകൾ ഏൽപ്പിക്കാറുള്ളതും അവരാണ് ഈ കോളേജിൻ്റെ മുഴുവൻ കാര്യങ്ങളും നോക്കാറുള്ളത്. അതായത് മാനേജ്മെൻറ്റ് തലത്തിൽ യാതൊരു ഉത്തരവാദിത്വം നിറവേറ്റാത്ത ഒരു അവസ്ഥയാണ് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലുള്ളതെന്ന് പറയേണ്ടി വരും. ഇവിടെയും അടിസ്ഥാന പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. വിദ്യാർത്ഥികൾ അത്ര ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതായത് അവിടെയുള്ള അധ്യാപകർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നതോടൊപ്പം പഠന സംബന്ധമായ കാര്യത്തിൽ പലതരത്തിലുള്ള കുറവുകളും ഇവിടെയുണ്ട്. വലിയ പ്രശ്നങ്ങളുണ്ട്. അത് വിദ്യാർത്ഥികൾ ഉന്നയിച്ചിട്ടുമുണ്ട്. അതിൽ മാനേജ്മെൻറ്റ് തലത്തിലുള്ള ഒരു ചർച്ച വേണമെന്ന് ആവശ്യം ഉയർന്നിട്ടും ആരും തന്നെ എത്താത്ത സാഹചര്യം ഉണ്ടായിരുന്നു. നാളെ ഒരു പക്ഷേ മാനേജ്മെൻറ്റ് പ്രതിനിധികൾ വിദ്യാർത്ഥികളുമായി ചർച്ച നടത്തിയേക്കാം. റാം എന്ന് പറയുന്ന അധ്യാപകനെ ഇവിടെ പുറത്താക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നേക്കാം. അപ്പോഴാണ് ഇങ്ങനെ ഞെട്ടിപ്പിക്കുന്ന പുതിയ കാര്യം പുറത്തു വരുന്നത്. അതായത് ഇദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള തന്നെ മറ്റൊരു ഡെന്റൽ കോളേജ് അടച്ചു പൂട്ടിയിരിക്കുന്നു, അതിൻ്റെ അംഗീകാരം റദ്ദാക്കിയിരിക്കുന്നു എന്ന കാര്യം. നിലവിൽ ഈ ഒരു ഭൂമി കറുവപ്പട്ട എന്ന് പറയുന്ന ഈ ഒരു വസ്തു ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതലുള്ളൊരു ക്യാമ്പസ് കൂടിയാണ് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് എന്നതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. 300 ഏക്കറോളം വ്യാപിച്ചു കൊടുക്കുന്നതാണ് ഈ ഒരു പ്രദേശം. ഏതായാലും ഇവിടെ നേരത്തെ ബ്രണ്ണൻ സാഹിബിൻ്റെ ഉടമസ്ഥയിലുള്ളതായിരുന്നു ഈ സ്ഥലം. പിന്നീടാണ് ഇദ്ദേഹം മറ്റൊരാളിൽ നിന്നും ഈ സ്വന്തമാക്കുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ഒരു ബംഗ്ലാവ് ഇടിച്ചു പൊളിച്ചതിന് ശേഷമാണ് ഇങ്ങനെ കോളേജ് സമുച്ചയം ഇവിടെ പണിയുന്നതും. മാത്രമല്ല ഇവിടെ നേരത്തെ MBBS-ഉം ഫാർമസിയും ഉൾപ്പെടെ നിരവധി കോഴ്സുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം അംഗീകാരമില്ല എന്ന കാരണത്താൽ ഓരോ ഘട്ടമായി അത് അടച്ചുകൊണ്ട സാഹചര്യമാണ് ഉണ്ടായത്. നിലവിൽ BDS മാത്രമാണ് ഇവിടെ ഇപ്പോൾ ക്ലാസുകൾ പ്രവർത്തിക്കുന്നത്. അതും ഇത്തരത്തിലുള്ള
ഒരു വലിയ ആശങ്ക ഉണ്ട്. ഈ ഭൂമി സംബന്ധമായ കേസുണ്ട്. അത് ഒരു സാമൂഹ്യ പ്രവർത്തനം നൽകിയ കേസാണ് ഇപ്പോൾ നിലവിലുള്ളത്, കോടതിയിൽ നിലവിലുള്ളത്. എന്തായാലും അത് സംബന്ധിച്ച് ഒരു അന്തിമ വിധി വരാനിരിക്കെ ഇത്തരം വലിയൊരു പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാവി വലിയ അനിശ്ചിതത്വം അവർ പറയുന്നുണ്ട്. അത് സംബന്ധിച്ച് അവർക്ക് ആശങ്കയുണ്ട്. അതിലൊരു വ്യക്തത വരുത്തണം. അതിന് മാനേജ്മെന്റ് നേരിട്ട് കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാണെന്നൊരു ആവശ്യമാണ് അവർ ഉന്നയിച്ചിട്ടുള്ളത്. അത്തരം കൂടിക്കാഴ്ചകൾ ഇനി ഉണ്ടാകുമോ? കഴിഞ്ഞ ദിവസം ഈ റാമിനെതിരെ നടപടിയെടുക്കും, ഇദ്ദേഹത്തെ ഈ കോളേജിൽ തന്നെ പുറത്താക്കുമെന്നായിരുന്നു മാനേജ്മെന്റ് ഭാഗത്തു നിന്നും കിട്ടിയ വിവരം വിദ്യാർത്ഥികൾക്ക്. പക്ഷേ അതൊന്നും നടന്നില്ല. ഇനി നാളെ അത്തരത്തിലുള്ള ചർച്ച നടത്തിയതിനു ശേഷം അതിലൊരു തീരുമാനമെടുക്കാമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിലും ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതിനെയാണ് പ്രതീക്ഷിക്കുന്നത്. വിദ്യാർത്ഥികളുടെ ഭാവി ആശങ്കയിലാക്കുന്ന ഈ ഒരു സാഹചര്യത്തിന് കൃത്യമായ ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടാകേണ്ടെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അതോടൊപ്പം വലിയ പ്രതിഷേധവും അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലേക്ക് ഓരോ ദിവസം കഴിയുമ്പോഴും അത് കൂടുന്നു എന്നതും ഏറ്റവും പ്രധാനമാണ്. നാളെയും അത്തരത്തിലുള്ള പ്രതിഷേധ സമരങ്ങൾ ഒരുപക്ഷെ കോളേജിലേക്ക് ഉണ്ടായേക്കാം. വലിയ തോതിലുള്ള ഒരു ആരോപണങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നു. റാം എന്ന് പറയുന്ന അധ്യാപകനെതിരെ നടപടി പുറത്താക്കണമെന്ന നടപടി അത് ഇതുവരെ മാനേജ്മെന്റ് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. അപ്പോഴാണ് ഇത്തരത്തിൽ ഇതിന്റെ മാനേജ്മെന്റ് ട്രസ്റ്റ് ചെയർമാനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും പുറത്തു വരുന്നതെന്നും ഏറ്റവും പ്രധാനമാണ്. കെ.വി. ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനുള്ളിൽ തിരുവനന്തപുരത്തെത്തും. വിമാനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയയിലാണ് പ്രധാനമന്ത്രി എത്തുക. കന്യാകുമാരിയിൽ റോഡ് ഷോയിൽ പങ്കെടുക്കാൻ എത്തുന്ന പ്രധാനമന്ത്രി വിമാനത്താവളത്തിൽ നിന്ന് തന്നെ ഹെലികോപ്റ്ററിൽ തമിഴ്നാട്ടിലേക്ക് പോകും. വൈകിട്ട് 3-ന് വേപ്പമൂട് കാമരാജ് പ്രതിമ ജംഗ്ഷൻ മുതൽ വടശ്ശേരി MGR പ്രതിമ ജംഗ്ഷൻ വരെയാണ് ഈ റോഡ് ഷോ. കന്യാകുമാരിയിൽ നിന്ന് സജയൻ ചേരുന്നുണ്ട്. സജയൻ, അവിടെ എങ്ങനെയാണ് ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമാണോ? പ്രധാനമന്ത്രി കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായും തമിഴ്നാട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായാണ് വൈകുന്നേരം 4 മണിക്കാണ് ഇപ്പോൾ റോഡ് ഷോ ആരംഭിക്കുന്നതായി അറിയിച്ചിരിക്കുന്നത്. നാഗർകോവിൽ നഗരത്തിലെ വേപ്പമൂട് ജംഗ്ഷൻ മുതൽ വടശ്ശേരി ജംഗ്ഷൻ വരെ ഏകദേശം 2 കിലോമീറ്റർ ദൂരമാണ് റോഡ് ഷോ നടക്കുന്നത്. റോഡ് ഷോ പ്രമാണിച്ച് നാഗർകോവിൽ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും രാവിലെ മുതൽ ഇന്ന് അതിരാവിലെ മുതൽ തന്നെ കനത്ത സുരക്ഷയും ഗതാഗത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാഗർകോവിൽ നഗരത്തിൽ നിന്നും തിരുവനന്തപുരം ഭാഗത്തേക്കും അതേപോലെ കന്യാകുമാരിയിലേക്കും ചെല്ലുന്ന വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നു. SPG ഉൾപ്പെടെയുള്ള വൻ സുരക്ഷാ സേന നഗരത്തിൽ നിയന്ത്രണം ഏറ്റെടുത്തിട്ടുണ്ട്. റോഡ് ഷോയിൽ പ്രധാനമന്ത്രിയുടെ ഒപ്പം ADMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി, BJP സംസ്ഥാന അധ്യക്ഷൻ നയിനാർ നാഗേന്ദ്രൻ, മുൻ അധ്യക്ഷൻ അണ്ണാമലൈ, അതുപോലെ BJPയുടെ സംസ്ഥാനത്തെ 27 സ്ഥാനാർത്ഥികളും പങ്കെടുക്കുമെന്നാണ് അറിയുന്നത്. അതേപോലെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ, പ്രഹ്ലാദ് ജോഷി ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരും ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയോടൊപ്പം ഇവരൊക്കെ തന്നെ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ പ്രവർത്തകരും അതേപോലെ നേതാക്കളുമൊക്കെ നഗരത്തിലേക്ക് വാഹനങ്ങൾ മൂലം എത്തിച്ചേരുന്നുണ്ട്. വൈകുന്നേരം 4 മണിക്ക് ഇവിടെ ഹെലിപ്പാഡിലെത്തുന്ന പ്രധാനമന്ത്രി റോഡ് മാർഗം ഈ വേപ്പമൂട് ജംഗ്ഷനിൽ നിന്നും വടശ്ശേരി വരെയുള്ള 2 കിലോമീറ്റർ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നത്. സജയനാണ് വിവരങ്ങൾ നൽകിയത് കന്യാകുമാരിയിൽ നിന്ന്. ബീഹാർ മുഖ്യമന്ത്രിയായി BJP നേതാവ് സമ്രാട്ട് ചൗധരി സത്യപ്രതിജ്ഞ ചെയ്തു. ബീഹാറിലെ ആദ്യ BJP മുഖ്യമന്ത്രിയാണ്. ഏറ്റവും കൂടുതൽ കാലം ബീഹാർ മുഖ്യമന്ത്രിയായിരുന്നു നിതീഷ് കുമാർ. രാജിവെച്ചു. അതേ തുടർന്നാണ് മുന്നണി ധാരണ പ്രകാരം സമ്രാട്ട് ചൗധരി മുഖ്യമന്ത്രിയായത്. ലാലു പ്രസാദ് യാദവിന്റെ RJDയിൽ നിന്നും നിതീഷ് കുമാറിന്റെ JDU വഴി BJPയിലെത്തിയ നേതാവാണ് സമ്രാട്ട് ചൗധരി. BJP സംസ്ഥാന അധ്യക്ഷനായിരുന്ന സമ്രാട്ട് ചൗധരി നിതീഷ് സർക്കാരിൽ ഉപമുഖ്യമന്ത്രിയായിരുന്നു. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ സയ്യിദ് അദാ ഹസ്നൈൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത JDU നേതാക്കളായിട്ടുള്ള വിജേന്ദ്ര പ്രസാദ് യാദവിനും വിജയ് കുമാർ ചൗധരിക്കും ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകും. പ്രായാധിക്യത്തെ തുടർന്ന് മുഖ്യമന്ത്രി സ്ഥാനമൊഴിഞ്ഞ നിതീഷ് കുമാർ കഴിഞ്ഞ ആഴ്ച രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ിലെ കാനേഷുമാരി കണക്കൊഴിവാക്കി നിലവിൽ ഓരോ സംസ്ഥാനത്തെയും ലോക്സഭാ സീറ്റുകളിൽ 50% വീതം കൂട്ടി വനിതാ സംവരണം നടപ്പാക്കാനാണ് നീക്കമെന്ന് അറിയാൻ കഴിയുന്നു. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ സീറ്റുകൾ കൂട്ടിയാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ലോക്സഭാ വിഹിതത്തിൽ വലിയ കുറവുണ്ടാകുമെന്നത് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ പാർട്ടികൾ എതിർപ്പുന്നയിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം കൂട്ടാനുള്ള മാനദണ്ഡത്തിൽ മാറ്റം വരുത്താൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ജനസംഖ്യാ നിയന്ത്രണം ഫലപ്രദമായി നടപ്പാക്കി
നടപ്പാക്കിയ കേരളമടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ലോക്സഭാ പ്രാതിനിധ്യ അനുപാതത്തിൽ കുറവുണ്ടാകില്ല. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്നും ആർ കിരൺ ബാബു ചേരുന്നു. കിരൺ, ഈ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം അതായിരുന്നു. ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ്, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ നടപ്പാക്കുമ്പോൾ പ്രാതിനിധ്യം വേണ്ടതുപോലെ ലഭിക്കില്ല എന്നുള്ളത്, അത് മറികടക്കുക എന്നുള്ളതാണോ ലക്ഷ്യം? ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ അങ്ങനെയാണ്. നേരത്തെ വനിതാ സംവരണം നടപ്പാക്കുമ്പോൾ അധികമായി വേണ്ട സീറ്റുകൾ അത് കണക്കാക്കാനുള്ള മാനദണ്ഡം 2011 കനേഷുമാരിയായിരുന്നു. ജനസംഖ്യയുടെ അനുപാതമായി സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ ജനസംഖ്യാ നിയന്ത്രണം ഫലപ്രദമായി നടപ്പാക്കിയ സംസ്ഥാനങ്ങളാണ്. ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ അങ്ങനെ ജനസംഖ്യാ നിയന്ത്രണം ഇപ്പോഴും അങ്ങനെ ഫലപ്രദമായി നടപ്പാക്കിയിട്ടില്ല. അതുകൊണ്ട് ആനുപാതികമായി സ്വാതന്ത്ര്യം കിട്ടിയ കാലത്ത് ഇന്ത്യക്കുണ്ടായിരുന്ന ജനസംഖ്യ ആനുപാതികമായി കണക്കാക്കിയാൽ കേരളത്തിൻ്റെ ജനസംഖ്യ വർദ്ധിച്ചതിൻ്റെ എത്രയോ ഇരട്ടി ജനസംഖ്യ ഉത്തർപ്രദേശിലടക്കം വർദ്ധിച്ചിട്ടുണ്ട്. ശതമാന കണക്കിൽ നോക്കുമ്പോൾ അത് വലിയ വർധനമാണ്. അങ്ങനെയാണെങ്കിൽ ആ സംസ്ഥാനങ്ങൾക്കൊക്കെ ലോക്സഭാ പ്രാതിനിധ്യം വർദ്ധിക്കുകയും കേരളമടക്കം ജനസംഖ്യാ നിയന്ത്രണം കർശനമായി നടപ്പാക്കിയ സംസ്ഥാനങ്ങളുടെ ലോക്സഭാ പ്രാതിനിധ്യം കുറയുകയും ചെയ്യും. ഇതിനെതിരെ അതിശക്തമായ വിമർശനമാണ് പ്രതിപക്ഷ പാർട്ടികളടക്കം ഉന്നയിച്ചിരുന്നത്. കാരണം കേന്ദ്ര സർക്കാരിനെ ഇപ്പോൾ ഭരിക്കുന്ന BJPക്ക് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കാര്യമായ വേരോട്ടമില്ല, അല്ലെങ്കിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ അങ്ങനെ ഒരു മേൽക്കൈയില്ല. ആ സംസ്ഥാനങ്ങളിലെ ലോക്സഭാ പ്രാതിനിധ്യം കുറയുകയും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ലോക്സഭാ പ്രാതിനിധ്യം വളരെയേറെ കൂടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഈ സംസ്ഥാനങ്ങളുടെ MP-മാരുടെ എണ്ണം പോലും കേന്ദ്രഭരണം നിശ്ചയിക്കുന്നതിൽ കാര്യമായ പങ്ക് വഹിക്കില്ല. ഇതിനെതിരെ അതിശക്തമായ വിമർശനമാണ് പ്രതിപക്ഷ പാർട്ടികളടക്കം ഉന്നയിച്ചിരുന്നത്. ഇപ്പോൾ പുതിയൊരു നിർദ്ദേശം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നു. നിലവിൽ എത്രയാണ് ഓരോ സംസ്ഥാനങ്ങൾക്കും ഉള്ളത് അതിന് ആനുപാതികമായി കൂട്ടുക. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ 20 ഉണ്ടെങ്കിൽ അടുത്ത തവണ അത് 30% വർദ്ധിപ്പിക്കുകയും ആ 30-ൽ 3-1 10 സീറ്റുകൾ വനിതാ സംവരണ സീറ്റുകളൊക്കെ മാറ്റുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അനുപാതത്തിൻ്റെ ക്രമത്തിൽ മാറ്റമുണ്ടാകുന്നില്ല. കേരളത്തിന് ഇപ്പോൾ 20 ലോക്സഭാ അംഗങ്ങളാണുള്ളതെങ്കിൽ 50% കൂടി വർദ്ധിപ്പിക്കുമ്പോൾ അത് 30 വർദ്ധിക്കുന്നു. തമിഴ്നാടിനുമെല്ലാം ആനുപാതികമായി 39 എന്നുള്ളത് വീണ്ടും അവിടെ ഏകദേശം 19-20 സീറ്റുകൾ അവിടെയും വർദ്ധിക്കുന്നു. ആ വർധനവിന് മാറ്റമുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ കൂടി ഇതിൽ യോജിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരമൊരു നിർദ്ദേശം സജീവമായ ചർച്ചയിലേക്ക് വരുന്നത്. എന്നാൽ അത്തരമൊരു തീരുമാനം ഔദ്യോഗികമായി ഇതുവരെയും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ആ തീരുമാനം പുറത്തു വന്നതിന് ശേഷം അത് നമുക്ക് രാഷ്ട്രീയ പാർട്ടികളടക്കം കൃത്യമായ നിലപാടുകൾ വ്യക്തമാക്കുകയുള്ളൂ. അത്തരമൊരു നീക്കം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. നിലവിൽ ഉള്ള സീറ്റുകളുടെ 50% വർദ്ധിപ്പിക്കുക. ആ 50%-ൽ 33%, അതിൽ 3-1 വനിതകൾക്കായി സംവരണം ചെയ്യുക. അത് നേരത്തെ SC/ST സംവരണമൊക്കെ ആ രീതിയിൽ തന്നെയാണ് തുടരുന്നത്. SC/ST സംവരണം നിലവിൽ ആകെ എത്ര സീറ്റുകളാണോ SC സംവരണം ഉള്ളത് അതിൻ്റെ 3-1 സീറ്റുകൾ വനിതകൾക്കായി നീക്കിവെക്കുക. ഇനി അതല്ല, സീറ്റിൻ്റെ എണ്ണം കുറവാണ്. ഇപ്പോൾ ഒരു സീറ്റ് മാത്രമുള്ള ഒരു ഏതെങ്കിലും ഒരു സംസ്ഥാനം, അല്ലെങ്കിൽ 2 സീറ്റ് മാത്രമുള്ള സംസ്ഥാനമാണെങ്കിൽ അതിൽ ഒരു സീറ്റ് ഒരു വർഷം വനിതകൾക്കായി നീക്കി വെച്ച് കഴിഞ്ഞാൽ അടുത്ത 2 വർഷം അത് ജനറൽ സീറ്റാവും. വീണ്ടും 2 ടേം കഴിയുമ്പോൾ, 2 വർഷമല്ല 2 ടേം കഴിയുമ്പോൾ വീണ്ടും അത് വനിതാ സംവരണ സീറ്റായി മാറുന്നു. കൂടുതൽ സീറ്റുകളുള്ള മണ്ഡലങ്ങളിൽ അങ്ങനെ ആയിരിക്കില്ല. അവർ നിശ്ചിത എണ്ണം എല്ലാ തവണയും കൃത്യമായി തന്നെ നൽകാൻ കഴിയും. ആ തരത്തിലേക്ക് ഒരു മാറ്റമാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഇതിൻ്റെ എല്ലാം കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകണമെങ്കിൽ ഇതിൻ്റെ ബില്ലിൻ്റെ കോപ്പി അടക്കം ലഭ്യമാകേണ്ടതുണ്ട്. ബില്ലിൻ്റെ കോപ്പി അടക്കം അതിൻ്റെ ഡ്രാഫ്റ്റ് അടക്കം ലഭ്യമായെങ്കിൽ മാത്രമേ കൃത്യമായി എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് പറയാൻ കഴിയും. റൈറ്റ്, കിരൺ ബാബു വിവരങ്ങൾ നൽകിയത്. ഇറാന് ചൈന അധിക സഹായം ചെയ്യുന്നതിനെ ചൊല്ലി പുതിയ പോര്. ഇറാന് ആയുധങ്ങൾ ഉൾപ്പെടെ നൽകുകയാണെന്നും ഇത് തുടർന്നാൽ ചൈനയ്ക്ക് കനത്ത തിരിവ് ഏർപ്പെടുത്തുമെന്നുമാണ് അമേരിക്കയുടെ ഭീഷണി. എന്നാൽ ആരോപണം ചൈന നിഷേധിച്ചു. ഇതിനിടയിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇറാനുമായി അടുത്ത ഘട്ട ചർച്ച ആരംഭിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. യുറേനിയം സമ്പുഷ്ടീകരണം അവസാനിപ്പിക്കാൻ ഇറാന് മുന്നിൽ വലിയ ഓഫറുകളും മുന്നോട്ട് വയ്ക്കുകയാണ് അമേരിക്ക. വിനോദ് വിവരങ്ങൾ നൽകുന്നു. വിനോദ്, ഈ ചൈന ഏത് തരത്തിൽ ഇറാനുമായി ഇടപെടൽ നടത്തുന്നു എന്നാണ് അമേരിക്ക പറയുന്നത്? ചൈനയുടെ പ്രതികരണം എന്താണ്? ഇപ്പോൾ ഈ പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ പുതിയ ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഇറാന് ചൈന ആയുധ സഹായം നൽകുന്നു, മറ്റ് സഹായങ്ങൾ നൽകുന്നു എന്നൊരു ആരോപണമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ അമേരിക്കയുടെ ഒരു ഭീഷണി ചൈനയ്ക്ക് താരിഫിൽ വൻ വർധന വരുത്തുമെന്നാണ്. നേരത്തെ തന്നെ നമുക്കറിയാം, ഈ താരിഫ് യുദ്ധം ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇരുണ്ട രാജ്യം, ഇരുണ്ട ദേശം എന്നാണ് ചൈനയെ ട്രംപ് വിശേഷിപ്പിച്ചത്. ഇന്ത്യ അവരുമായി അടുക്കുന്നു എന്ന ആരോപണമൊക്കെ നേരത്തെ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. വലിയ തോതിലാണ് ഇന്ത്യക്കും ചൈനയ്ക്കുമൊക്കെ ബ്രസീലിനുമൊക്കെ ആ സമയത്ത് താരിഫ് ചുമത്തിയെന്ന് പിന്നീട് അമേരിക്കയിലെ സുപ്രീം കോടതിയുടെ
ഇടപെടലുണ്ടായതൊക്കെ പിന്നീടുള്ള സംഭവങ്ങളാണ്. ഏതായിരുന്നാലും ആ താരിഫ് ഇപ്പോൾ കുറയുന്ന ഒരു സാഹചര്യം. അപ്പോഴാണ് ചൈനയ്ക്ക് മേൽ വീണ്ടും താരിഫ് ഭീഷണിയുമായി അമേരിക്ക എത്തിയിരിക്കുന്നത്. ഇറാനെ സഹായിക്കുന്നു എന്നതാണ് ആരോപണം. എന്നാൽ ചൈന ഇപ്പോൾ ഈ ആരോപണം നിഷേധിക്കുകയാണ്. ഒരു വശത്ത് ചില ആശാവഹമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സമാധാന ചർച്ച ഇനിയും തുടരുമെന്നാണ് ട്രംപിൻ്റെ ഒരു പ്രഖ്യാപനം. ഒരാഴ്ചയ്ക്കുള്ളിൽ വീണ്ടും ഇറാനുമായി ചർച്ച നടത്തുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്ലാമാബാദായിരിക്കുമോ വേദി എന്ന കാര്യത്തിൽ ഉറപ്പില്ല. അല്ലെങ്കിൽ തന്നെയും ഈ ചർച്ച നടക്കും. അതോടൊപ്പം തന്നെ ചില ഓഫറുകൾ കൂടി അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇറാൻ ആണവ സമ്പുഷ്ടീകരണം അവസാനിപ്പിച്ചാൽ അവർക്ക് ചുമത്തിയിട്ടുള്ള ഉപരോധങ്ങൾ എടുത്തു മാറ്റുമെന്നതാണ് പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം. ഹോർമുസിലെ സഞ്ചാരം സുഗമമാകും. അതോടൊപ്പം തന്നെ 11 ലക്ഷം കോടിയുടെ ഇപ്പോൾ റദ്ദായിരിക്കുന്ന അല്ലെങ്കിൽ ഫ്രീസാക്കിയിരിക്കുന്ന ഇറാൻ്റെ സമ്പത്തുണ്ട് പല നിക്ഷേപങ്ങളിലായി. അതെല്ലാം തന്നെ അവർക്ക് ലഭിക്കുന്ന തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന അമേരിക്കയുടെ ഉറപ്പ്. ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങരുതെന്ന് പല രാജ്യങ്ങളോടും അമേരിക്ക നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ ഇളവുകളൊക്കെ തന്നെ ഇറാന് നൽകാമെന്നൊരു വാഗ്ദാനമാണ് ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. എൽദോ, വിഷുവിനെ വരവേറ്റ് മലയാളികൾ. കണിയൊരുക്കിയും സദ്യ കഴിച്ചും വിഷു ആഘോഷിക്കുകയാണ് മലയാളം. ഗുരുവായൂർ, ആറന്മുള, ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങളിൽ വലിയ ഭക്തജന തിരക്കാണ് രാവിലെ മുതൽ അനുഭവപ്പെട്ടത്. ശബരിമലയിൽ തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനര്, മേൽശാന്തി ഇ ഡി പ്രസാദ് നമ്പൂതിരി എന്നിവർ ഭക്തർക്ക് വിഷു കൈനീട്ടം നൽകി. പുലർച്ചെ 4 മണിക്ക് നട തുറന്ന് അയ്യപ്പനെ കണി കാണിച്ച ശേഷം ഭക്തർക്ക് ദർശനം നൽകി. 7 മണി വരെയായിരുന്നു വിഷുക്കണി ദർശനം. മധ്യ കേരളത്തിലെ പ്രധാന കൃഷ്ണ ക്ഷേത്രമായിട്ടുള്ള ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ രാവിലെ 4 മണി മുതൽ ദർശനം ആരംഭിച്ചു. വഞ്ചിപ്പാട്ട് പാടിയാണ് ഭക്തർ ആറന്മുളയിൽ വിഷു ആഘോഷിച്ചത്. വിഷുക്കാലത്തിന്റെ വരവറിയിച്ച് കേരളത്തിൽ വിഷുപക്ഷികൾ സജീവമാണ്. ഋതുമാറ്റം അറിയിച്ച് മേടകാലത്തിൽ ഉയരുകയാണ് വിഷുപക്ഷിയുടെ മധുരനാദം. ഇന്ത്യൻ കുക്കു വിഭാഗത്തിൽപ്പെട്ടതാണ് വിഷുപക്ഷികൾ. വിഷുക്കാലമായാൽ കണിക്കൊന്നയും കൊയ്തൊഴിഞ്ഞ പാടങ്ങളും എല്ലാ മലയാളികൾക്കും പ്രിയപ്പെട്ട കാഴ്ചകളാണ്. എന്നാൽ വിഷുവിന്റെ വരവറിയിക്കുന്ന വിഷുപക്ഷി ഒരുപക്ഷെ എല്ലാവർക്കും സുപരിചിതമായിരിക്കില്ല. വിഷുക്കാല പുലരികളിൽ നമ്മൾ കേൾക്കാറുണ്ട് ആ നാദം. കേരളത്തിലെ വിഷു ആഘോഷവുമായി ബന്ധപ്പെട്ട ഒരു പക്ഷിയാണ് വിഷു പക്ഷി, അല്ലെങ്കിൽ ഇന്ത്യൻ കുക്കു എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇത് വിഷു സമയത്താണ് നമ്മൾ വളരെ സാധാരണമായി ഇതിൻ്റെ ശബ്ദം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നത്. കാരണം ആ സമയത്ത് കൊയ്ത്തുത്സവമാണ്, പുതിയ തുടക്കമാണ്. മലയാളികൾ ഏകദേശം എല്ലാവരും ഇതിനെ സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു പ്രതീകമായിട്ടാണ് ഇതിൻ്റെ മധുരമായിട്ടുള്ള ശബ്ദം കണക്കാക്കുന്നത്. വിഷുപക്ഷി, ഉത്തരായണക്കിളി, കതിരുകാണാക്കിളി, അച്ഛൻ കൊമ്പത്ത് തുടങ്ങി പല പേരുകളിലും ഈ കുയിൽ നാട്ടിൻപുറങ്ങളിൽ അറിയപ്പെടുന്നു. ഇന്ത്യൻ കുക്കു വിഭാഗത്തിൽപ്പെടുന്ന ഇവ ഇന്ത്യക്ക് പുറമെ ബംഗ്ലാദേശ്, ഭൂട്ടാൻ, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിലും കാണപ്പെടുന്നു. ചക്കയ്ക്കൊപ്പുണ്ടോ, അച്ഛൻ കൊമ്പത്ത്, അമ്മ വരമ്പത്ത്, കള്ളൻ ചക്കേട്ടു എന്നിങ്ങനെ മധുരനാദങ്ങളുമായി എത്തുന്ന ഇവ വിഷുക്കാലത്താണ് സജീവമാകുന്നത്. നാണം കുണുങ്ങി പക്ഷിയായത് കാരണം കണ്ടുകിട്ടുക എളുപ്പമല്ല. മറ്റു പക്ഷികളുടെ കൂട്ടിൽ മുട്ടയിടുകയും ആ പക്ഷിയെ കൊണ്ട് കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇവയ്ക്കുള്ളത്. ഇവയൊരു ദേശാടന പക്ഷിയാണെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. വിഷു ആചാരങ്ങളിൽ ബന്ധമില്ലെങ്കിലും വിഷുക്കാലത്തിന് വരവറിയിച്ചെത്തുന്ന ഉത്തരായണക്കിളി മലയാളിയുടെ ഗൃഹാതുരമുണർത്തുന്ന ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്നു. ന്യൂസ് 18 നെയ്യാറ്റിൻകര. വിഷുവിന് കേരളത്തിലെ തിയേറ്ററുകളും സജീവമാവുകയാണ്. പള്ളിച്ചട്ടമ്പി, ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്നീ ചിത്രങ്ങളാണ് അവധിക്കാലത്ത് പ്രേക്ഷകർക്ക് മുന്നിലെത്തിയിരിക്കുന്നത്. ആരാധകരെ സന്തോഷിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. മോഹൻലാൽ തരുൺ മൂർത്തി ചിത്രത്തിന്റെ ടൈറ്റിലും പുറത്തുവിട്ടു. അതിമനോഹരം എന്നാണ് ചിത്രത്തിന്റെ പേര്. ആന്റണി വർഗീസ് പെപ്പെ നായകനാകുന്ന കാട്ടാളന്റെ ട്രെയിലറും റിലീസായിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച റിലീസായ വാഴ 2വിനും മോഹിനിയാട്ടത്തിനും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. വിഷുക്കാലമാണ്. 2 മലയാള ചിത്രങ്ങളാണ് ഇത്തവണ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നത്. ഒന്ന് ടൊവിനോ തോമസ് നായകനായി എത്തി ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത പള്ളിച്ചട്ടമ്പി എന്ന സിനിമയാണ്. വലിയ ഹൈപ്പിൽ റിലീസ് ചെയ്യുന്ന സിനിമയാണ്.
രണ്ടാമത്തെ ചിത്രം കുഞ്ചാക്കോ ബോബൻ പ്രധാന വേഷത്തിലെത്തി. ദിലീഷ് പോത്തൻ, സജിൻ ഗോപു, ചിദംബരം എന്നിവർ പ്രധാന വേഷങ്ങളിലും ചേർന്ന് അഭിനയിക്കുന്ന ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്ന സിനിമയാണ് രതീഷ് ബാലകൃഷ്ണ പൊതുവാളാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ 2 മലയാള ചിത്രങ്ങളാണ് വിഷു ദിവസമായ ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. അതോടൊപ്പം തന്നെ മലയാള സിനിമയിൽ തന്നെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. പെപ്പെ നായകനാകുന്ന ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് നിർമ്മിക്കുന്ന കാട്ടാളൻ എന്ന സിനിമയുടെ ട്രെയിലർ പുറത്തു വന്നിട്ടുണ്ട്. ജോജു ജോർജ് പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം വരവിന്റെ ടീസർ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലാലേട്ടൻ പ്രധാന വേഷത്തിലെത്തി തരുൺ മൂർത്തിയോട് സംവിധാനം ചെയ്യുന്ന അതിമനോഹരം എന്നാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ പുറത്തുവിട്ടിരിക്കുന്നത്. SI ലൗലജൻ എന്ന കഥാപാത്രമായിട്ടാണ് ലാലേട്ടൻ എത്തുന്നത്. തുടരുന്നതിന് ശേഷം തരുൺ മൂർത്തി മോഹൻലാൽ കോമ്പിനേഷനിൽ എത്തുന്ന ചിത്രം ആഷിഖ് ഉസ്മാനാണ് നിർമ്മിക്കുന്നത്. ഇതാണ് മലയാള സിനിമയിൽ ഇന്ന് വിഷു ദിനത്തിൽ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. വിഷുക്കാലമാവുമ്പോൾ തന്നെ മലയാള സിനിമ തിയേറ്ററുകളിലേക്ക് ആളുകൾ എത്തുന്നുണ്ടോ എന്ന നിർണായകമായ ചോദ്യമുണ്ട്. പക്ഷേ ഈ വർഷം എടുത്തു നോക്കിയാൽ 2 മലയാള ചിത്രങ്ങളാണ് 100 കോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഒന്ന് ആട് 3, മറ്റൊന്ന് വാഴ 2 എന്നീ 2 ചിത്രങ്ങളാണ്. ആട് 3 എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഫ്രാഞ്ചൈസാണ്. ഫ്രാഞ്ചൈസ് ജനങ്ങൾ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ്. കാരണം അതിൻ്റെ ആദ്യ ഭാഗം പരാജയപ്പെട്ടു, അതിനുശേഷം 2ാം ഭാഗം ഹിറ്റായി, 3ാം ഭാഗം സൂപ്പർ ഹിറ്റായി. ആട് 3 100 കോടി ക്ലബിലും കയറി. അതോടൊപ്പം തന്നെ വാഴ 2 ഒരു സ്റ്റാർ ഡയറക്ടറല്ല, ഒരു സ്റ്റാർ കാസ്റ്റ് ഇല്ലാണ്ടാണ് വാഴ 2 ഇപ്പോൾ 150 കോടിയും കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം നാളെയോട് 100 കോടി രൂപ അടിക്കുമെന്നാണ് ട്രാക്കേഴ്സിന്റെ റിപ്പോർട്ട് പുറത്തു വരുന്നത്. അപ്പോൾ മലയാള സിനിമയിലേക്ക് പ്രേക്ഷകർ തിയേറ്ററുകളിലേക്ക് എത്തുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആദ്യത്തെ 2 മാസം ജാനുവരിയും ഫെബ്രുവരിയും അത്ര വലിയ തിരക്കുകൾ തിയേറ്ററുകളിലേക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ മാർച്ചും ഏപ്രിൽ ആകുമ്പോഴേക്കും തിയേറ്ററുകളിൽ ആൾ നിറയുന്ന സാഹചര്യമാണുള്ളത്. ഇനി വരുന്ന ദിവസങ്ങളിൽ നിർണായകമായ പല അപ്ഡേറ്റുകളും ഉണ്ട്. പേട്രിയോട്ട് എന്ന സിനിമ മെയ് 1-ാം തീയതി റിലീസിനെത്തുന്നുണ്ട്. അതൊരു വലിയ ഹൈപ്പിൽ നിറയുന്ന ചിത്രമാണ്. അതോടൊപ്പം തന്നെ മെയ്യിൽ റിലീസാവാനുള്ള ബേസിൽ ജോസഫ് ടോവിനോ ചിത്രമായ അതിരടിയും ഉണ്ട്. അങ്ങനെ വലിയ ഹൈപ്പിൽ റിലീസ് ചെയ്യുന്ന സിനിമകൾ ഇനിയും വരാനുണ്ട്. പ്രേക്ഷകർ കൈവിടില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ GCC കൺട്രീസിൽ റിലീസ് ചെയ്യണമോ വേണ്ടയോ എന്ന് പോലും ചോദ്യചിഹ്നത്തിൽ നിൽക്കുന്ന ഘട്ടത്തിൽ ആളുകൾ തിയേറ്ററിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഒരു കാര്യം ഉറപ്പാണ്, മികച്ച കണ്ടന്റ് ഉണ്ടെങ്കിൽ ആളുകൾ തിയേറ്ററിലേക്ക് വരാൻ മടിക്കില്ല. അത് ഏത് സാഹചര്യത്തിലായാലും എന്ന് ഉറപ്പിക്കുന്നതാണ്. കോവിഡിന്റെ ഒരു ഡൾ ഫേസ് ഒക്കെ കഴിഞ്ഞിട്ട് ഓരോ ആഘോഷങ്ങൾ വരുമ്പോഴേക്കും OTT-യിൽ കാണാൻ തീരുമാനിക്കുന്ന പ്രേക്ഷകരുടെ മുന്നിലേക്കാണ് തിയേറ്റർ കണ്ടന്റ് ഉണ്ടെങ്കിൽ ആളുകൾ തിയേറ്ററിലേക്ക് വരുമെന്ന് ഉറപ്പിക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ നമ്മൾ മലയാള സിനിമയുടെ റണ്ണ് കാണുന്നത്. അത് തുടർന്നും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. തിയേറ്റർ ഓണേഴ്സിന് ഒരു വലിയ ആശ്വാസം ഉണ്ടാക്കുന്ന വർഷമായിട്ട് 2026 തുടർന്ന് അങ്ങോട്ടുള്ള മാസങ്ങൾ ഉണ്ടാകുമെന്ന രീതിയിൽ തന്നെയാണ് കണക്കുകൂട്ടലുകൾ സൂചിപ്പിക്കുന്നത്. കൊപ്പം ദേശോത്സവത്തിൽ ഇത്തവണയും ഉപ ആഘോഷ കമ്മിറ്റികൾ തമ്മിൽ ഏറ്റുമുട്ടി. സംഘർഷം നിയന്ത്രണാതീതമായതോടെ സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ പോലീസ് ലാത്തിവീശി. കൊപ്പം ഫെസ്റ്റിന്റെ ഭാഗമായി നഗരത്തിൽ നടന്ന വർണ്ണാഭമായ നഗരപ്രദക്ഷിണത്തിനിടെയാണ് വാക്കേറ്റവും സംഘർഷവും ഉണ്ടായത്. നിസ്സാര തർക്കം നിമിഷനേരം കൊണ്ട് വലിയ കയ്യാങ്കളിയിലേക്ക് മാറുകയാണ്. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.